ചെറിയ ഇടവേളയ്ക്കു ശേഷം ഫലസ്തീനും അൽ അഖ്സ മസ്ജിദും വീണ്ടും സംഘർഷഭരിതമാണ്. അൽ അഖ്സയിലെത്തിയ മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വിശ്വാസികളെ ആട്ടിയോടിച്ചും അതിക്രമം അഴിച്ചുവിട്ടും ഇസ്രായേൽ സേന തുടക്കമിട്ട സംഘർഷം വീണ്ടും ഒരു രക്തച്ചൊരിച്ചിലിലേക്കാണ് നീങ്ങുന്നത്. ചൊവ്വാഴ്ച രാത്രി തുടക്കമായ സംഘർഷമാണ് വൻ പ്രതിസന്ധിയായി വളരുന്നത്. ആ ദിവസം മാത്രം 10,000-ങ്ങൾ അൽ അഖ്സ മസ്ജിദിലെത്തിയിരുന്നു. ഇവരിൽ കുറേ പേർ രാത്രിയിലും മസ്ജിദിൽ തങ്ങാൻ ശ്രമിച്ചതിനു പിന്നാലെയാണ് പ്രകോപനവുമായി ഇസ്രായേൽ പോലീസ് എത്തുന്നത്. ബുധനാഴ്ച പുലർച്ചെ പള്ളിയിൽ കടന്നുകയറിയ പോലീസ് വിശ്വാസികൾക്ക് നേരെ കണ്ണീർ വാതകവും ഗ്രനേഡുകളും പ്രയോഗിക്കുകയായിരുന്നു. സംഘർഷത്തിൽ പള്ളിയുടെ ജനൽ ചില്ലുകൾ തകർന്നു. നിരവധി പേർ കസ്റ്റഡിയിലായി. രണ്ടാം ദിവസവും സമാനമായ ആക്രമണമാണ് പള്ളിക്കകത്ത് അരങ്ങേറിയത്. മുസ്ലിം ലോകം മൊത്തത്തിൽ വൈകാരിക വിഷയമായി കാണുന്ന അൽ അഖ്സയിൽ ഇസ്രായേൽ പോലീസ് തുടരുന്ന കടന്നുകയറ്റത്തിനെതിരെ ലോകമെങ്ങും പ്രതിഷേധം വ്യാപകമാണ്. ഫലസ്തീനിലുടനീളം ജനം എതിർപ്പുമായി ഇറങ്ങിയത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഗസയിലേക്കും മറ്റിടങ്ങളിലേക്കും ഇസ്രായേൽ വ്യാപിപ്പിച്ച ആക്രമണം ശക്തിയാർജിച്ചാൽ ഫലസ്തീൻ ഒരിക്കലൂടെ യുദ്ധഭൂമിയായി മാറും. 2 വർഷം മുമ്പ് നടന്ന ഇതുപോലൊരു ആക്രമണം 11 ദിവസമാണ് നീണ്ടുനിന്നത്. ഇസ്രായേലിൽ ദേശസുരക്ഷാ മന്ത്രിയായി ഇൽതമിർ ബിൻ ഗവിർ ചുമതലയേറ്റതിനു പിന്നാലെയാണ് ഒരു കാരണവുമില്ലാതെ പുതിയ കടന്നുകയറ്റമെന്ന് ഫലസ്തീനികൾ പറയുന്നു. പള്ളിയിൽ വ്യാഴാഴ്ച പോലും പ്രഭാത നമസ്കാരം വിലക്കിയ പോലീസ് മറ്റ് സന്ദർശകർക്ക് അകമ്പടി നൽകുന്നതാണ് വിശ്വാസികളെ കൂടുതൽ പ്രകോപിതരാക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ അറബ് ലീഗ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. കടുത്ത ഭാഷയിൽ പ്രതിഷേധവുമായി ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്.